ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് എക്സിബിഷന് പോവാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ കരുതി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പച്ചൻ, അമ്മച്ചി, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, 2 കുട്ടികൾ, പിന്നെ ചേട്ടനും ചേച്ചിയും ഉണ്ണിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സിബിഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടൊരു മോനും ചേച്ചിയും അമ്മച്ചി, അപ്പച്ചൻ, ചേട്ടൻ, ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് പോയി ഒരു 5-10 മിനിറ്റ് എത്തേണ്ടത് ഒരു 20 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ എക്സിബിഷന് എത്തിയത്. ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ വണ്ടിയിട്ട് കുറച്ച് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് നെഹ്റു പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് എക്സിബിഷൻ്റെ അവിടേക്ക് ചെന്നത്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വഴിക്കൂടെ തമാശയൊക്കെ പറഞ്ഞ് നടക്കണതാണ് കേട്ടോ. ഇത് ഹസ്ബൻഡും മോനും കൂടിയിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 35 രൂപയാണ്. കണ്ടോ, നല്ല വിചാരിച്ചതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ തിക്കും തിരക്കും കൂട്ടിയിട്ടാണ് നടക്കേണ്ടി വന്നിരുന്നത്. കയറിയപ്പോൾ തന്നെ കണ്ടോ, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും തിരക്കുണ്ടായിരുന്നു. കണ്ടോ, എൻട്രി ഇങ്ങനെയാണ്. പിന്നെ ഓരോ കടകളായിട്ടാണ് ഇങ്ങനെ അവർ കെട്ടിത്തിരിച്ച് വെച്ചേക്കാണ്. അടുപ്പിച്ച് പലതരം ഡ്രസ്സുകളുടെ ആയാലും മാല, കമ്മൽ, അങ്ങനെ. പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണ്ടായില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എൻ്റെ മോന് ഇതുമ്മ കയറണം. ഇങ്ങനെയൊക്കെ കയറണേന് പൈസ കൊടുക്കണം. 60 മുതലാണ് സ്റ്റാർട്ടിങ്. മിനിമം 60 രൂപയാണ്. 60, 65, 80, 100 അങ്ങനെയാണ്. അങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇതിൽ കയറി അവൻ കുറേ നേരം ഇങ്ങനെ അവൻ്റേതായ രീതിയിൽ ബോളൊക്കെ എടുത്ത് കളിച്ച് ചാടിയും കിടന്നും ഇരുന്നും ഒക്കെ അവൻ കളിച്ച് എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഇതിനു മുമ്പ് കുറച്ച് പിള്ളേർ കളിക്കണ കണ്ടിട്ട് ആൾ ഇറങ്ങണ കണ്ടപ്പോൾ പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ട ആൾക്ക് ഇത് കണ്ടിട്ട് അറിയാം. അപ്പോൾ ആൾക്കും കയറണം എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ ആൾക്ക് ചാടാൻ പേടിയാവുന്നു. അപ്പോൾ അവൻ അവൻ്റേതായ രീതിയിൽ അതുമ്പോൾ നിന്ന് കളിച്ചു. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഗുണ കേവിൽ കയറി. ഗുണ കേവിൻ്റെ ടിക്കറ്റ് ഇവിടെ എടുത്ത് 80 രൂപയാണ് എന്തോ ടിക്കറ്റിന്. 80 രൂപയ്ക്കുള്ളത് ഉണ്ടായിരുന്നില്ല. പിള്ളേരെയും കൊണ്ട് വന്ന് എൻജോയ് ചെയ്യാമെന്നേ ഉള്ളൂ. കാരണം പിള്ളേർക്ക് കാണാൻ ഒരുപാടുണ്ട് ഇതിനുള്ളിൽ. മൃഗങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കാം, ഇന്നതാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇടവഴി പോലെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാട്ടിലേക്ക് കയറുന്ന ഒരു പ്രതീതി, അല്ലാണ്ട് ഗുഹയിലുള്ള ഒരു പ്രതീതിയല്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് എന്താ പറയുക, കാട്ടുപോത്തും കുറച്ച് ആനക്കുട്ടികളും ആനയും സിംഹവും കടുവയും പുലിയും അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ വെച്ചിട്ട് മുതല വരെ ഉണ്ടായില്ല, പാമ്പ്, അങ്ങനെയൊക്കെ. യോനൂസിന് ഇതൊക്കെ ഭയങ്കര പേടിയാട്ടോ. പക്ഷെ എന്നാലും അവനൊരു കൗതുകമാണല്ലോ, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കൗതുകമാണല്ലോ. പക്ഷെ നമുക്ക് 80 രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. കാരണം കുറച്ചേ ഉള്ളൂ കാര്യം. അത്രയുള്ളത് കാണാനെന്ന് പറയാനില്ല. അവിടെ കണ്ടോ, എന്താ പറയുക, മാൻകുട്ടി, പിന്നെ കുറച്ച് മനുഷ്യന്മാരെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ജയൻ്റ് വീലുണ്ട്, ട്രെയിനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റണതുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വരാൻ നല്ല രസമാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ കയറി. മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ഇങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പൂരിയും ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ഞാനും ചേച്ചിയും യോഹാനും കൂടിയിട്ട് ട്രെയിനിൽ കയറി. അവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ആ ട്രെയിനിൽ കയറാം. യോഹാന് ഭയങ്കര അവൻ ഭയങ്കര ക്ഷമയോടുകൂടിയൊക്കെ വരിയിൽ നിന്നു. ക്ഷമ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആൾ ഇത്തിരി ശടിയും പിടിച്ചു, വേഗം പോകണം. പക്ഷേ ഞാൻ പറഞ്ഞു, തിരക്കൊക്കെ കണ്ടുകൊണ്ടാവാം ആളെന്നെ അങ്ങനെ ക്ഷമിച്ചിങ്ങനെ നിന്നു കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളുടെ ഉഴത്തിയപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിസ്സാരമായിരിക്കും, വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ കയറിക്കഴിഞ്ഞിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമുക്കിതിലിരുന്ന് ഞാനും ചേച്ചിക്കും നല്ല പേടിയായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു. യോഹാൻ ഒരു പേടിയില്ലാണ്ട് ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്നാലും എന്താ പറയുക, നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ വീഴോ എന്ന് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളിതിനു മുമ്പ് വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ ഇതുപോലെ കാരയ്ക്ക ബീച്ചിൽ നിന്നപ്പോൾ ഇതേപോലെ ട്രെയിനിൽ കയറിയിരുന്നു പിള്ളേരുടെ. അപ്പോൾ അതിലും ഈ പറഞ്ഞോണം വട്ടം കറക്കായിരുന്നു, ഓവൽ ഷേപ്പിൽ. അപ്പോൾ ഈ കർവിലെത്തുമ്പോൾ ഈ പറഞ്ഞോണം നമ്മൾ ചെരിഞ്ഞ് വീഴാൻ പോണ പോലെ തോന്നും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് ഇങ്ങനെ റാ പോലെയൊക്കെ ഉള്ളൊരു കർവുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു ഹാങ് ഓവറിൽ ഇറങ്ങി വന്നപ്പോൾ അവനോട് ചോദിക്കും ഇനി കയറണം. അപ്പോൾ അവൻ പറയാ കയറണം അമ്മ കയറണം. പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിലെ പേടി. എന്നിട്ട് അവൻ അതൊക്കെ കണ്ട് ഇനി അടുത്തത് എന്ത് വേണം എന്നൊക്കെ നോക്കി വരാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റായിട്ട് കയറിയത് മൂൺ വോക്ക്. ഈ മൂൺ വോക്കിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പോയതാണ്. കുറേ ക്യൂ നിന്നിട്ടാണ് നമ്മൾ 3ാമത്തെ സെക്ഷനായിട്ടാണ് കയറിയത്. അപ്പോൾ അതിൽ കയറിയപ്പോൾ നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മളതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു യാത്ര ചെയ്യണമെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഒരു എന്താ പറയുക, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ ആ മാറ്റിലൂടെ പോണ പോലെയൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ ആദ്യം കടലിലൂടെ പോവും, പിന്നെ അതിൽ കുറേ ജീവികളെ കാണിക്കും, അതിലെ മീനുകളെ കുറേ കാണിക്കും. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിലൂടെ പോവും. നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ വീണ്ടും ഒരു എന്താ പറയുക, ഗുഹയിലൂടെയൊക്കെ പോവും, രാജകൊട്ടാരത്തിൽ പോവും. അങ്ങനെ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് കണ്ടാവും ഇങ്ങനെയൊക്കെ കാണിച്ച്. ഈ ഷാർക്കൊക്കെ ഒരു മനുഷ്യന് ഭയങ്കര പേടിയായിരുന്നു. അവനെൻ്റെ മേത്ത് കയറിയിരിക്കുകയായിരുന്നു. പക്ഷേ കുറേ പിള്ളേർ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിനെ കമൻ്റ് അടിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ട പല ഇതിൽ ചെന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കണ്ട യോനുസിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കുഞ്ഞു പിള്ളേർക്കായാലും അവരും ഇങ്ങനെ നോക്കിയിരുന്നു. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കടകളൊക്കെ കയറി ഞങ്ങൾ ഇറങ്ങി. ഞാൻ ആദ്യം മുതലെടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഈവനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഫാമിലീൻ്റെ കൂട്ടി ടൈമൊക്കെ കയ്യിൽ പിടിച്ച് അവിടെ പോയി വാങ്ങേണ്ടത് വാങ്ങി എൻജോയ് ചെയ്യാം. താങ്ക് യു.